ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പവിത്രത്തിൻ്റെ കഥയാണ് കേട്ടോ. പവിത്രത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിൽ വെച്ചിട്ട് മാഷും കമലാമ്മയും കൂടിയിട്ട് നമ്മുടെ വേദയുടെ മുത്തശ്ശിയെ കാണുകയാണല്ലോ. അപ്പോൾ കണ്ട് അവരോട് ഇങ്ങനെ സംസാരിക്കുക, അങ്ങനെ ദമ്പതി പൂജ ഞാൻ കഴിക്കാമെന്നൊക്കെ പറയുമ്പോൾ മാഷ് പറയും എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല എന്ന് പറയും. അപ്പോൾ പറയും അതിപ്പോൾ സ്വയം കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വേറൊരാൾ കഴിക്കുമ്പോൾ അതിന് വേണ്ട എന്ന് പറയാനുള്ള ഇതില്ല എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടി മാഷും കമലമ്മയും കൂടി കണ്ട് പോരുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശി പിന്നാലെ വരികയാണ്. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ എന്താണ് വേദയുടെയും വിക്രത്തിൻ്റെയും കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പറയുമ്പോൾ പറയും ജഡ്ജി സാറ് ഇപ്പോഴും പിന്നെ ഇതിൽ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പോൾ മനസ്സുകൊണ്ട് അമ്മ മാത്രം മുത്തശ്ശിയും പിന്നെ പ്രഭാവതി എന്നോ മറ്റുമാണെന്ന് തോന്നുന്നു നമ്മുടെ വേദയുടെ അമ്മയുടെ പേര്. അപ്പോൾ അവർക്കൊക്കെ അംഗീകരിച്ചു, പക്ഷേ ഞങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ അങ്ങനെ മാഷ് പറയുന്നുണ്ട് മുത്തശ്ശിയോട്. അപ്പോൾ പറയും പിന്നെ അതെല്ലാം ശരിയാവും മാഷേ, ഇപ്പോഴത്തെ ഇതൊന്നും കണക്കാക്കണ്ട എന്നൊക്കെ പറയും. അപ്പോൾ മാഷ് നമുക്ക് ദേഷ്യം വരുന്നുണ്ട്, പക്ഷേ കമലമ്മയോട് പറയും എനിക്ക് ഒരാളെ കാണാണ്ട്, നിങ്ങൾ സംസാരിക്കാനിട്ട്. അങ്ങനെ മാഷ് അങ്ങോട്ട് പോകും. പോകുന്ന സമയത്ത് അമ്മയും കൂടെ മുത്തശ്ശിയും കൂടെ ഇങ്ങനെ നടന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ പറയും പിന്നെ മാഷ്ക്ക് നീരസമായി തോന്നുന്നു അല്ലേ എന്ന് പറയുമ്പോൾ മാഷ്ക്ക് ഉള്ളുകൊണ്ട് ഇഷ്ടമാണ്, പക്ഷേ അത് പുറമെ പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നൊരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ പറയൂ കേട്ടോ. അങ്ങനെ പിന്നെ വേദയുടെയും വിക്രമത്തിൻ്റെയും കാര്യം പറയുമ്പോൾ പറയും ആ മോള് നിങ്ങളെ വീട്ടിലേക്ക് വന്നത് നല്ലതാണ്, എല്ലാം ദൈവനിശ്ചയമാണ്, അവളായിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് പറയും. പിന്നെ അപ്പോൾ കമലം പറയും 3 ആൺമക്കളും വിചാരിച്ച പോലെ ആവാത്തതിന് നല്ല വിഷമമുണ്ട്, അതിപ്പോൾ ഏതച്ഛനും അമ്മയാണെങ്കിലും അവർക്കും ഉണ്ടാവില്ല ആ വിഷമം എന്നൊക്കെ അങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ പറയും എല്ലാം മാറും, വേദയ്ക്ക് വിക്രത്തിന് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറും എന്നങ്ങനെ പറയും. അപ്പോൾ അതിന് അവർ ഒരുമിച്ചല്ലല്ലോ എപ്പോഴും, അതറിയാം, എനിക്കറിയാം, സമയം പിടിക്കും, പക്ഷേ അതെല്ലാം മറിയും, നിങ്ങൾക്ക് നല്ലതേ വരുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് രണ്ടാളും കൂടെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ വേദിയും ശ്രീജയും കൂടെ ഒരു ഷോപ്പിൽ നിൽക്കുന്നതാണ്. അപ്പോൾ ഷോപ്പിൽ നിൽക്കുമ്പോൾ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധനങ്ങൾ മേടിക്കുക രണ്ടുപേരും കൂടെ. അപ്പോൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതുപോലെ ബലൂണ്, അങ്ങനെ കളർ പേപ്പറുകൾ അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയും പിന്നെ മോളെ ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവുമോ എന്ന് ചോദിക്കും ശ്രീജേർത്തി. അപ്പോൾ പറയും ഒന്നും ആവില്ല, ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രീജേർത്തി പൈസ തന്നു ഞാൻ വാങ്ങിയെന്ന് പറയും. അപ്പോൾ പറയും എൻ്റെ കയ്യിൽ എവിടുന്നാ കാശ് എന്നറിയും. അപ്പോൾ പറയും കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അനിയൻ തന്ന പൈസ ഉണ്ടായിരുന്നു, അതും കൊണ്ട് വാങ്ങിയതാന്ന് പറഞ്ഞുകൂടെ എന്ന് വയ്ക്കും. അപ്പോൾ പറയും മോളെ അത് അച്ഛൻ വിശ്വസിക്കുമോ എന്നൊക്കെ അറിയും. അതൊന്നും കുഴപ്പമില്ല, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നന്ദിനി എടുത്തി തന്നെങ്കിലും പറയാം, അറിയുന്ന അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ പറയും. അപ്പോൾ ശ്രീജേർത്തി അത് മേടിക്കും, ഞാൻ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാറിഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിന്ന് ഫോൺ ചെയ്യുന്ന സമയത്ത് ആരെയെ വിളിക്കുന്ന അറിയും, വിശ്വത്തിനെ വിളിക്കും. വിശ്വം ചെയറിലിരുന്ന് ഭയങ്കര ഉറക്കം, ഫുൾ റിങ് അടിച്ചിട്ടും അയാൾ ഫോൺ എടുക്കുന്നില്ല. അതിലിങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ കാണാൻ നമ്മുടെ പിന്നെ എന്താ പറയുക വിക്രം കാണാൻ ചാക്ക് ചുമന്ന് വന്നിട്ട് കൊടുന്ന് ഇങ്ങനെ ലോറിയിൽ കൊടുന്ന് വെക്കണം, ഉള്ളിച്ചാക്കും അരിയും ചാക്കൊക്കെ കൊടുന്നിട്ട് ഇങ്ങനെ ലോറി കൊടുന്നിട്ടുണ്ട് ഇങ്ങനെ കാണാം. അപ്പോൾ വിക്രം ഒന്നും കൂടി നോക്കും കാരണം വിക്രം വേദയെ കാണുന്നില്ല, പക്ഷേ വേദ വിക്രത്തിനെ കാണുന്നുണ്ട്. അങ്ങനെ കൊടുന്നിടുമ്പോൾ അവളിങ്ങനെ നോക്കിയിട്ട് ആദ്യം ഒരു വിഷമം തോന്നുകയാണ് കേട്ടോ വേദയ്ക്ക്, പിന്നെ അങ്ങനെ ചിരിക്കും. എന്തായാലും സ്വന്തമായിട്ടുള്ള അധ്വാനത്തിൽ നിന്ന് 10 രൂപ ഉണ്ടാക്കല്ലേ എന്നുള്ളതിൽ അവളിങ്ങനെ ചിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെയും വിശ്വത്തിനെ വിളിക്കും. അപ്പോൾ വിശ്വം അപ്പോഴും ഫോൺ എടുക്കണില്ല. അപ്പോൾ ഉള്ളൊരാൾ കേട്ടിട്ട് പറയും ഹലോ എന്ന് പറഞ്ഞ് വന്ന് വിളിക്കുകയാണ്. അപ്പോൾ അറിയും ഇത് ഫോൺ റിങ് ചെയ്യണോ പറയും, വന്നതല്ലേ ഉള്ളൂ, ഇപ്പം തന്നെ കടന്നുറങ്ങണോ, ആ മാനേജർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് പറയും. ഫോൺ എടുത്ത് സംസാരിക്കുക പറയുമ്പോൾ എന്നറിയും, അവർ ഫോൺ എടുക്കും. അപ്പോൾ ഞാനാണ് വേദയാണ് പറയുക, എന്താ വിശ്വട്ടാ ഒരു ഫുൾ റിങ്ങും വന്നിട്ട് ഫോൺ എടുത്തില്ലല്ലോ പറയുമ്പോൾ ഞാൻ ജോലിയിലായിരുന്നു അപ്പോൾ ഞാൻ ഫോൺ എടുക്കാറില്ല എന്ന് പറയും, നോണ പറയും. അപ്പോൾ അതെന്തായാലും നന്നായി, ഞാൻ വിളിച്ചത് ഒരു കാര്യം പറയണം, ഞാൻ വിശ്വേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് കാശ് ഇപ്പെടും, ഇന്ന് അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്, അപ്പോൾ വിശ്വേട്ടൻ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് വരണം എന്ന് പറയും. ഞാൻ തന്നതാന്ന് പറയും വേണ്ടാന്ന് പ്രത്യേകം പറയൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോൺ വെക്കുകയാണ് കേട്ടോ. ശ്രീജയോട് പറഞ്ഞിട്ടുമില്ല, ഞാൻ ശ്രീജേർത്തി അറിയാണ്ടാണ് വന്നത്, ഞങ്ങളൊരു ഷോപ്പിൽ നിൽക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് വേദ. അതിന് പിന്നെ നോക്കുമ്പോൾ നമ്മൾ വിക്രം ഇങ്ങനെ കൂടുതൽ ചാക്ക് കേട്ട് ഇങ്ങനെ അട്ടിയിടുകയാണ് വണ്ടീൻ്റെ ഉള്ളിൽ. അത് കഴിഞ്ഞിട്ട് ശ്രീജേനെയും വിളിച്ചൊരു പൈസ 1300 രൂപ ക്യാഷൊക്കെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് രണ്ടുപേരും കൂടെ ഇറങ്ങിപ്പോരുകയാണ്.
ഇറങ്ങിപ്പോരുന്ന സമയത്ത് ഇവള് പിന്നെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ശ്രീജ കാണുന്നില്ല വിക്രമിനെ. അപ്പോൾ ഇതെങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കും, അതെങ്ങനെ ചിരിക്കുന്നത് നോക്കി കേട്ടോ. അപ്പോൾ എന്തോ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ പറയും ആരെങ്കിലും കഷ്ടപ്പെടുന്ന കണ്ടു കഴിഞ്ഞാൽ ശ്രീജേർത്തി എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ പറയും എനിക്ക് ഭയങ്കര സങ്കടമാണ് ആരെങ്കിലും കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ എന്ന് പറയും. അതുകൊണ്ടാണോ ചിരിക്കുന്നത് ചോദിക്കുക. പറയും ശ്രീജേർത്തി അങ്ങനെ കരുതണ്ട, എനിക്ക് ആരെങ്കിലും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ പിന്നെ സങ്കടമാണ്, അങ്ങനെ വിഷമിക്കുന്നതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു പറയും. ഇപ്പോൾ വിശ്വട്ടൻ്റെ കാര്യത്തിലാണോ എന്ന് ചോദിക്കും ശ്രീജേർത്തി. അപ്പോൾ പറയാം വിശ്വട്ടൻ്റെ കാര്യത്തിലും ആണ് എന്നൊക്കെ പറയും. അപ്പോൾ പറയാം അത് എന്താ വെച്ചാൽ പിന്നെ എനിക്കതിൽ വളരെ സന്തോഷമേ ഉള്ളൂ, കുറച്ച് ബുദ്ധിമുട്ടട്ടെ എന്നുള്ളതാണ്. ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ട് പിന്നെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നന്ദിനി അവിടെ ഇരിക്കുന്നുണ്ടാവും. നന്ദിനിയെ കാണുമ്പോൾ നന്ദിനി ഇവർ രണ്ടാളും ചെല്ലുമ്പോൾ രണ്ടുപേരും കൂടെ എങ്ങടാ പോയിട്ട് വരണേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെറുതെ കടയിൽ പോയത്, എന്നാലും ശ്രീജേർത്തി എന്നെ വിളിക്കാണ്ട് പോയില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ പറയും ഇതെന്താ കയ്യിലെറിയുമ്പോൾ അത് കേക്ക് ഒക്കെ നീ വാങ്ങിച്ചതല്ലേ, അറിയാലോ പിറന്നാളിന് തന്നെ സംഭവിച്ചത്, ഇതെടുത്ത് തൊടിയിൽ വലിച്ചെറിയും എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ശ്രീജേർത്തി വാങ്ങിയതോ അല്ലാണ്ട് ഞാൻ വാങ്ങിയതൊന്നും എല്ലാം അറിയാം. അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ശ്രീജേർത്തി വാങ്ങിയതോ എന്നറിയാം. അതെ ഇതിനെന്താ ശ്രീജേർത്തിക്ക് എന്താ വാങ്ങിക്കൂടെ എന്നൊക്കെ പറയും. പിന്നെ 2 ദിവസമായിട്ടുള്ളൂ ജോലിക്ക് വിശ്വട്ടം കയറിയിട്ട്, അപ്പോഴേക്കും ശ്രീജേർത്തി ഇത് വാങ്ങിയതാണോ ചോദിക്കുക. എന്നാൽ പിന്നെ നന്ദിനി അടുത്ത് വാങ്ങിയതാന്ന് പറയാം. ഞാനോ എന്നറിയാം. പിന്നെന്താ എൻ്റെ അടുത്ത് എവിടുന്നാ കാശില്ലേ അലമറയിൽ എന്നറിയുമ്പോൾ കാശോ എവിടെ നിന്നൊക്കെ പറഞ്ഞ് കടന്ന് ഉരുളും. അപ്പോൾ പറയും എന്നാൽ നീ പോയി എടുത്തിട്ട് പറയും കാശുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബാങ്കിലിട്ടിട്ടുണ്ടാവും എന്നിങ്ങനെ പറയും വേദാട്ടോ. അപ്പോൾ പറയും എന്തായാലും ഇത് ശ്രീജേർത്തി വാങ്ങിയതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങോട്ട് വരട്ടെ അച്ഛനും അമ്മയും വരുമ്പോൾ ഞാനത് പറയും ഇത് പറയും എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നെ നന്ദിനി. അപ്പോൾ പിന്നെ പറയും പിന്നെ എന്താണ് ശ്രീജേർത്തി നമ്മൾ രണ്ടാളും പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നതല്ലേ, അപ്പോൾ നമ്മളല്ലേ ഒരുമിച്ച് നിൽക്കേണ്ടറിയും. അപ്പോൾ വേദം വയ്ക്കും ഞാൻ പണക്കാരിയാണോ, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, കാശ് മുഴുവൻ എൻ്റെ കുടുംബത്തല്ലാണ്ട് എൻ്റെ അടുത്തൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയട്ടോ. സാർ ഞാൻ ഇതെന്ത് വന്നാലും ഞാൻ അത് ഇതാക്കും, കാരണം അത് ആ വീട്ടിൽ 1% വരെ സമാധാനം കളയുന്നത് നന്ദിനിയാണ്. അപ്പോൾ പറയും എന്തെങ്കിലും ചെയ്ത് ആ കിണറുണ്ടല്ലോ ആ കിണറ്റിനുള്ളിൽ കൊണ്ടുപോയി പിടിച്ചിടും ഞാനെന്നറിയാം വേദ, അറിയാലോ എന്നെ എന്നറിയാം. അപ്പോൾ അങ്ങനെ നോക്കൂട്ടോ. അപ്പോൾ അല്ലേ ശ്രീജേർത്തി എന്നറിയും. അതെ ശ്രീജേർത്തി എൻ്റെ കൂടെ കൂടും, ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊണ്ടുപോയി കിണറ്റിലിടും എന്നറിയും. അങ്ങോട്ട് മര്യാദയ്ക്ക് നിന്നോ എന്നറിയും. അപ്പോൾ ആകെ പേടിച്ച് എന്നറിയാം. അപ്പോൾ ചോദിച്ചു നോക്കില്ലെങ്കിൽ ശ്രീജേർത്തിയോട് കഴിയുമ്പോൾ ഇങ്ങനെ നോക്കും ഇങ്ങനെ ചോദിക്കും ആണോ വയ്ക്കുമ്പോൾ ശ്രീജ തലയും കൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ അതേ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ശ്രീജിയും വേദയും കൂടെ അകത്തേക്ക് കയറി പോവാണ്. അകത്തേക്ക് കയറി പോകുമ്പോൾ പറയുക എന്തായാലും നന്ദിനി അടുത്തേക്ക് മുങ്ങുള്ള വെള്ളമൊക്കെ ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടെ കയറി പോകുന്നത്. അതിൽ നമ്മൾ നന്ദിനി ഒന്ന് പഠിക്കും, കാരണം ഒരു പ്രാവശ്യം കൈ പിടിച്ചൊന്ന് തിരിച്ചതാണ് വേദ. അത് കാരണം പറഞ്ഞ പോലെ ചെയ്യുമെന്ന് അറിയാം. അതിൽ പിന്നെ നന്ദിനി ഒരു പൊടിക്ക് ഒതുങ്ങാണ്. അത് കഴിഞ്ഞ് ഇവരൊക്കെ കൂടെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പിന്നെ എന്താ നമ്മുടെ വിക്രം ഇങ്ങനെ ചാക്ക് ചുമന്നും കൊണ്ട് പോകുന്നതാണ്. ചാക്ക് ചുമന്നുമ്പോഴേക്കും രാധ കാണും. രാധ കണ്ടിട്ട് അവളിങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്. അന്തം വിട്ട് നോക്കിയിട്ട് വേഗം ഓട്ടോറിക്ഷ നിർത്തിയിട്ട് ഓടി വരുന്നുണ്ട് രാധ വന്നു കഴിയുമ്പോൾ വിക്രം എന്തായി കാണിക്കണമെന്ന് വെച്ചിട്ട് ഓടി വരും. അപ്പോൾ അവൻ ശ്രദ്ധിക്കണേ ഇല്ല. അവൻ കൊണ്ടുപോയി ഇങ്ങനെ ചാക്ക് കൊടുന്ന് വേറെ വണ്ടിയിൽ കയറ്റണു, അത് ഇറക്കണു, അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോഴേക്കും പറയും നീ വിക്രമേട്ടൻ എന്ത് പണി ചെയ്യുന്നത്, എന്തിനാ ഈ പണി ചെയ്യുന്നത്, ഇതല്ലാണ്ട് വേറെ ഒരു പണിയും കിട്ടിയില്ലേ എന്നൊക്കെ പറയും. എനിക്ക് ഇന്ന് കുറച്ച് കാശ് ആവശ്യമുണ്ട്, അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ പോയി PSC ടെസ്റ്റ് എഴുതി പരീക്ഷ പിന്നെ ജോലി കിട്ടിയിട്ടൊക്കെ മതിയോ, എൻ്റെ ആവശ്യം ഇന്നത്തെ ആവശ്യം നടക്കണം, അതിന് വേണ്ടിയിട്ടാണെന്ന് അറിയാം. അപ്പോഴേക്കും ഒരാൾ വന്നിട്ട് ആ ചാക്ക് മുഴുവൻ കൊടുന്ന് ഇട്ടിട്ട് വേണം കേട്ടോ വണ്ടി പോകാമെന്ന് പറയും. അപ്പോൾ നീ ഒന്ന് പൊയ്ക്കേ എന്നറിയും. നീ ഒന്ന് പോകാം, അതിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യണം വയ്ക്കുമ്പോൾ നീ നിൻ്റെ പണി നോക്കരുത്, നീ വെറുതെ ഇതിന് നിൽക്കണ്ട അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതിൽ പറയും അപ്പോഴേക്കും പുറത്ത് മുറിയാവും. അപ്പോൾ പറയും അയ്യോ പുറത്ത് മുറി, ഇതെങ്ങനെ വയ്ക്കുമ്പോൾ ഈ ചാക്കൊക്കെ പിടിക്കുന്ന ഒരു കൊളുത്ത് പോലത്തെ ഒരു സാധനമല്ല, അത് കൊളുത്തി കയറിയത് അറിയും. നമുക്ക് ഡോക്ടർക്ക് പോവാം, ഇഞ്ചക്ഷൻ എടുക്കാൻ, എന്നിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരാമെന്ന് പറയും. അപ്പോൾ പറയും നീ നിൻ്റെ പണി നോക്കറിയും, അത്യാവശ്യം പൈസ ആണെങ്കിൽ ഞാൻ തരാം വിക്രമേട്ട, അങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ അവളിങ്ങനെ പറയും. അപ്പോൾ നീ ആരടി എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ, നിന്നോട് ഞാൻ പറഞ്ഞത് എൻ്റെ പിറകെ നടക്കരുതെന്ന് എത്ര പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ, ചെറുപ്പം മുതൽ കളിച്ചു വളർന്ന കുട്ടിയല്ലേ, പിന്നെ അറിയുന്ന കുട്ടിയല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ ഈ ക്ഷമിക്കുന്നത് മുഴുവൻ. അപ്പോൾ നീ എൻ്റെ തലയിൽ കയറാൻ നിൽക്കണോ, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇങ്ങോട്ട് പറയുന്ന അതേനെ മര്യാദയ്ക്ക് പോയിക്കോ, ഞാൻ എൻ്റെ ജോലി ചെയ്യും, ഇവിടെയും കൂടി എന്നെ നാണം കെടുത്താൽ നീ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ്. അതിൽ രാധ അങ്ങനെ വിക്രമേട്ടൻ എന്താ പറയണമെന്ന് ചോദിക്കാൻ. അപ്പോൾ പറയും നീ പോ എന്ന് പറയും. അതിൽ അവിടുന്ന് അങ്ങനെ സങ്കടപ്പെട്ട് പോകുമ്പോഴേക്കും ആ ജെയിംസ് പറഞ്ഞ ഒരാളുണ്ട്, അതിൽ വന്നിട്ട് അറിയും വിക്രം നീ എന്തിനാ അവളോട് ദേഷ്യപ്പെട്ടത് അറിയും, പിന്നെ കണ്ടില്ലേ എന്ന് ചോദിക്കും. അതൊരു പാവം പെണ്ണല്ലേ എന്നറിയും. അതെ പിന്നെ അതുകൊണ്ടൊക്കെ തന്നെയാണ്
കുറേ ക്ഷമിച്ച് ഇനി ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ ശരിയല്ല, നാട്ടുകാരെന്താ പറയുക എന്നൊക്കെ അറിയാം. ആ അയ്യപ്പൻ ഇനി അറിഞ്ഞാൽ ഓരോന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കും എന്നൊക്കെ പറയും. അപ്പോൾ വിക്രം പറയാം അതുകൊണ്ടൊക്കെ തന്നെയാണ് അവളോട് എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയുകയാണ്. അത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീടാണ് കാണിക്കുക. വീട്ടിൽ എന്താണ് ഇത് മറ്റേ ഭയങ്കര ആഘോഷം പരിപാടി എന്താ ഡെക്കറേഷൻ ചെയ്യണു ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ പറയും ഈ പൈസ ഒക്കെ ശ്രീജേർത്തിയുടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നൊക്കെ പറയും. അല്ല നന്ദിനിയേർത്തി തന്നാന്ന് പറയും. ഞാനും അറിയും. ഞാനോ നോക്കും. അച്ഛൻ വന്നാൽ ഞാൻ പറയും നന്ദിനിയേർത്തി തന്നെ അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ പിന്നെ വിനായകേട്ടൻ കൊടുത്തിട്ട് അത് നന്ദിനിയേർത്തി തന്നതെന്ന് ഞാൻ പറയുമ്പോൾ അതിൽ അപ്പം ഒരു രണ്ടാളും കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. അയ്യോ അതെങ്ങനെ ശരിയാവുക എന്നൊക്കെ പറയാം. അതൊക്കെ ശരിയാവും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും അച്ഛനമ്മയും വരും. അത് അച്ഛനമ്മയും വരുന്നുണ്ട് എന്നൊക്കെ പറയും. അതിൽ വരുന്ന സമയത്ത് ഇത് പക്ഷെ മാഷ് ഉമ്മർത്തേക്ക് കയറുമ്പോൾ ഉമ്മർത്ത് കാണാൻ പേപ്പർ ഇങ്ങനെ ഇതായി കിടക്കണം നിലത്ത്. അപ്പോൾ പിന്നെ എന്താ പറയുക പറയും പത്രം വായിക്കാൻ എല്ലാവരും ഉണ്ട്, അതൊന്നും എടുത്ത് മടക്കി വയ്ക്കാൻ ആരും ഇല്ലാണ്ട് മാഷ അതിങ്ങനെ മടക്കി വയ്ക്കാൻ അങ്ങോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ കമലമ്മ അകത്തേക്ക് കയറാണ്. കമലമ്മ അകത്തേക്ക് കയറുന്ന സമയത്താണ് ഇവർ ഇതെന്താ ഇത് നോക്കുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് പറയും. അപ്പോൾ പറയും അപ്പോഴേക്കും വേദ പോയി കേക്ക് എടുത്തിട്ട് വരും. അപ്പോൾ അത് കണ്ടിട്ട് മാഷും വരും. അപ്പോൾ പറയും ഇതൊന്നും ഇവിടെ പതിവില്ലാത്തതല്ലേ എന്നറിയും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് ആഘോഷിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അച്ഛനമ്മ അതിന് നിന്ന് തരല്ലേ വേണ്ട. പിന്നെ പൈസ തന്നിട്ട് 1000 രൂപ എന്താണ് നന്ദിനിയേർത്തി തന്നു. നന്ദിനിയേർത്തി തന്നിട്ട് ഈ ഇത് പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പറഞ്ഞു കേക്ക് വാങ്ങാൻ പറഞ്ഞത്. ബാക്കിയൊക്കെയുള്ള സാധനങ്ങളും കൂടി ശ്രീജേർത്തി പറഞ്ഞിട്ട് ബാക്കിയുള്ള ബലൂണും കാര്യങ്ങളൊക്കെ വാങ്ങിയതെന്നൊക്കെ നമ്മളെ വേദം നല്ല അമ്പലൊരുന്നോണ തട്ടി വിടുന്നുണ്ട്. അപ്പോൾ പറയും അപ്പോൾ ആണോ വിനായക എന്ന് നോക്കുമ്പോൾ വിനായകനൊരു ബലൂൺ ഇങ്ങനെ ഊതി വീർപ്പിച്ച് വരുമ്പോൾ അത് കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ അല്ല അച്ഛാ അത് പിന്നെയെന്ന് പറയുമ്പോഴേക്കും നമ്മളെ വേദ കണ്ണൂരിട്ടാണ് നന്ദിനിയെ നോക്കി. കാരണം നന്ദിനി ഒടായ്പ പറയാൻ വന്നതാണ്. അപ്പോഴേക്കും വേദ ഒറ്റുമ്പോൾ വിനയേട്ടൻ പറഞ്ഞു പൈസ തരാമെന്ന് തന്നതാണ്, അപ്പോൾ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയും തട്ടുമുട്ട് ന്യായങ്ങൾ. അപ്പോൾ പറയും 10 പൈസ അനാവശ്യമായിട്ട് ചിലവാക്കാത്ത എൻ്റെ മകൻ 1000 രൂപ ഇപ്പോൾ ഇത് പിറന്നാൾ ആഘോഷം കേക്ക് വാങ്ങാൻ തന്നു എന്നറിയും. അപ്പോൾ കമലമ്മ പറയും എന്തായാലും സാരില്ല മാഷെ ഇനി ഉടക്കൊന്നും പറയല്ലേ, കുട്ടികളുടെ ആഗ്രഹമല്ലേ, അതുപോലെ തന്നെ നടക്കട്ടെ, നമുക്ക് അവരുടെ കൂടെ നിൽക്കാം എന്നൊക്കെ പറയും. അപ്പോൾ അപ്പോഴും വേദ പറയട്ടെ എല്ലാവരുടെയും ആഗ്രഹം അതല്ലേ, ഇപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് അത് ആഘോഷിക്കാം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ കേക്ക് മുറിക്കുക, അമ്മ കേക്ക് മുറിക്കുക എന്നൊക്കെ പറഞ്ഞു വിളിക്കുക. അപ്പോൾ നമ്മളെ ശ്രീജ വന്നിട്ട് മാഷ കയ്യിൽ നിന്ന് പിടിക്കുക, മാഷേ കേക്ക് മുറിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ശരി പറഞ്ഞിട്ട് മാഷ് പിന്നെ അധികം ഇതാക്കാണ്ട് തുള്ളിച്ചാടാണ്ട് ഇവരെ കൂടെ പോകുക. കാരണം അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ കയറി പിടിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പോയി നിന്ന് കേക്ക് മുറിക്കുകയാണ് നിന്നിട്ട്. കേക്ക് മുറിക്കാൻ നിൽക്കുമ്പോഴേക്കും നമ്മളെ വിക്രം കാണാം 2 പാക്കറ്റൊക്കെ വാങ്ങിയിട്ട്. അപ്പോൾ അയാളോട് ആദ്യം ചാക്ക് എടുക്കുന്നിടത്ത് ജെയിംസ് പറഞ്ഞ ആളോട് പറയുന്നുണ്ട് എനിക്ക് വീട് വരുന്ന അത്യാവശ്യമായിട്ട് പോകണം, ബാക്കി വന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ, എനിക്ക് പക്ഷേ 2 ദിവസത്തെ കൂലി തരണം കേട്ടോ എന്നൊക്കെ പറയും. തരാമെന്ന് പറയും. അങ്ങനെ ആ പൈസയും വാങ്ങിയിട്ട് പാവ അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സൊക്കെ ആയിട്ട് ഓടി വരുന്നതാണ് നമ്മുടെ വിക്രം. അപ്പോൾ വേദ കാണുന്നുണ്ട് വിക്രം. അപ്പോൾ വിക്രം ഇങ്ങനെ പിടിച്ച് പുറത്ത് ഇങ്ങനെ നോക്കി നിൽക്കും. പാവം തോന്നിട്ടോ നമുക്ക് ആ ഒരു സീനൊക്കെ കാണുമ്പോൾ. അപ്പോൾ വേദ ഇങ്ങനെ വിളിക്കുന്നുണ്ട് വാ പറഞ്ഞിട്ട്. അപ്പോൾ അവ ഇങ്ങനെ തലയും കൊണ്ട് എനിക്കില്ല വരുന്നില്ല അറിയും. അപ്പോൾ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് പിന്നെയും വിളിക്കുന്നുണ്ട്. പക്ഷേ വിക്രം വരില്ല. വിക്രം അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്ക് മുറിക്കുന്ന വരേക്കുള്ളതാണ് ഇന്ന് കാണുന്നത്. നാളെ നമ്മുടെ വിക്രം കൊണ്ടുവരുന്ന ഗിഫ്റ്റൊക്കെ തട്ടി കളയണമൊക്കെ ഉണ്ട്. എന്തായാലും നല്ലൊരു എപ്പിസോഡാണ് പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ്. ആരും മിസ് ചെയ്യാതെ ഇത് കാണണം കേട്ടോ. നല്ലൊരു സ്റ്റോറിയാണ്. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ രാധാസ്വാമിലി കിച്ചൺ ഇപ്പോൾ ശനി ഞാൻ 2 ദിവസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാധാസ്വാമിലി എൻ്റെ ചാനൽ രാധാസ്വാമിലി കിച്ചൺ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ഒരു ലൈക്ക് തരണം, പിന്നെ ഒരു ഷെയർ ചെയ്യേണ്ട കഥയാണല്ലോ. അതുപോലെ തന്നെ എന്താ പറയുക, ഒന്ന് നിങ്ങളുടെ ഒരു കമൻറ്റും വരണം, കമൻറ്റും തരണം എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ കഥയാണ്, കുറേ മിസ്റ്റേക്കുകൾ വരും, ക്ഷമിക്കുക.
ഓക്കെ, അപ്പോൾ താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരു താങ്ക്സ്.